തൊഴിക്കരുത്. വിശുദ്ധ ക്ലാരയുടെ സഹോദരിയായ ആഗ്നസ് ദൈവസ്നേഹത്താൽ എരിഞ്ഞ് മഠത്തിൽ ചേരുവാൻ തീരുമാനമെടുക്കുകയാണ്. എന്നാൽ അവളുടെ ജ്യേഷ്ഠന് ഇത് ഇഷ്ടമല്ലായിരുന്നു. ആ ഇഷ്ടങ്ങളെയെല്ലാം മറികടന്ന് അതിനെ വകവയ്ക്കാതെ ആഗ്നസ് എന്തു ചെയ്തു? മഠത്തിൽ ചേർന്നു. ഈ വിവരമറിഞ്ഞ ആഗ്നസിൻ്റെ സഹോദരൻ ജ്യേഷ്ഠൻ മഠത്തിൽ വന്ന് അവളെ പിടിച്ചു വലിച്ചു കൊണ്ടുപോയി ഗേറ്റിൽ വന്ന് കെട്ടിയിട്ട് ക്രൂരമായി തല്ലാൻ തുടങ്ങി. ഈ സമയത്ത് തന്നെ ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിലിരുന്ന് ക്ലാര പുണ്യവതി സ്വന്തം സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അത്ഭുതമെന്ന് പറയട്ടെ, ജ്യേഷ്ഠൻ ആഗ്നസിനെ തല്ലിക്കൊണ്ടിരുന്നപ്പോൾ ആഗ്നസിൻ്റെ കണ്ണുനീരോടുള്ള പ്രാർത്ഥനയുടെ ഫലമായി, ക്ലാര പുണ്യവതിയുടെ പ്രാർത്ഥനയുടെ ഫലമായി, ഈ ജ്യേഷ്ഠൻ തല്ലിക്കൊണ്ടിരുന്നപ്പോൾ ആഗ്നസിൻ്റെ ശരീരം ഒരു ഈയക്കട്ട പോലെ രൂപാന്തരപ്പെടുകയും അത് പുറമെ കാണാൻ സാധിക്കില്ല, എന്നാൽ ശരീരം അങ്ങനെ ആയി തീർന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ തല്ലിക്കൊണ്ടിരുന്ന ജ്യേഷ്ഠൻ്റെ കൈ വേദനിക്കുകയും ഭയപ്പെട്ട് അവളെ ഇട്ടിട്ട് പോവുകയും ചെയ്തു. പിന്നീട് എന്ത് സംഭവിച്ചു? ആഗ്നസ് മാത്രമല്ല ആ മഠത്തിൽ ചേർന്ന് കന്യാസ്ത്രീയായിട്ട് മാറിയത്. ആഗ്നസിൻ്റെയും ക്ലാര പുണ്യവതിയുടെയും അമ്മയും മഠത്തിൽ ചേർന്ന് സന്യാസ ജീവിതം നയിക്കുവാനായി പുറപ്പെട്ടു എന്നാണ് ചരിത്രം പറയുക. സഹോദരങ്ങളെ, ഇവിടെ 2-3 ആത്മീയ ചിന്തകൾ എനിക്ക് പങ്കുവയ്ക്കുവാനുണ്ട്. ഒന്നാമതായി, നമ്മൾ ഒരു തീരുമാനം ദൈവികമായി എടുത്താൽ അതിന് എതിര് നിൽക്കുവാൻ വേണ്ടി ഒരുപാട് വ്യക്തികളും ശക്തികളും നമുക്ക് ചുറ്റുമുണ്ടായിരിക്കും. അവർ പല വിധത്തിൽ നമ്മളെ എതിർക്കുവാനും തകർക്കാനും ശ്രമിക്കും. എന്നാൽ അവരെ ഭയപ്പെട്ട് പിന്തിരിയാതെ എടുത്ത തീരുമാനത്തിൽ ദൈവത്തിന് വേണ്ടി ഉറച്ചു നിന്ന് ആ തീരുമാനത്തിന് വേണ്ടി ത്യാഗങ്ങൾ സഹിക്കുവാൻ തയ്യാറാകുമ്പോൾ ആ മേഖലയിലേക്ക് ദൈവം ഇറങ്ങി വന്ന് നമ്മളെ സഹായിക്കുകയും സംരക്ഷിക്കുകയും നമ്മുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കപ്പെടുവാൻ വേണ്ടി എല്ലാ സംവിധാനങ്ങളും ദൈവം ക്രമീകരിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുമ്പോൾ നമ്മെ എതിർക്കുന്നവരുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ആത്മീയമായി ജീവിക്കുമ്പോൾ പരിഹസിക്കുന്നവരുണ്ടായിരിക്കാം. അവരെല്ലാം വാക്കുകൾ കൊണ്ട് എതിർക്കാതെ, അവരോട് മല്ലിടാതെ, നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന, അങ്കുലി ചലനം കൊണ്ട് ശത്രുക്കളെ തറപറ്റിക്കുവാൻ കഴിയുന്ന ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ദൈവത്തിന് വിട്ടുകൊടുത്താൽ ദൈവം തന്നെ നമുക്ക് വേണ്ടി യുദ്ധം ചെയ്ത് നമുക്ക് വിജയം നൽകുമെന്നാണ് വിശുദ്ധ ക്ലാര പുണ്യവതിയുടെ സഹോദരിയായ ആഗ്നസിൻ്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുക. മറ്റൊരു കാര്യം, ദൈവം തൊട്ടവരെ എതിർത്താൽ, ഉപദ്രവിച്ചാൽ അത് മുള്ളാണിയിൽ തൊഴിക്കുന്നതിന് തുല്യമാണ് എന്നാണ് എനിക്ക് പറയുവാനുള്ളത്. അത് പൗലോസ്ലീഹായുടെ ഒരു വചനം കൂടിയാണ്. ദൈവം തൊട്ടവരെ, ദൈവം സ്പർശിച്ചവരെ, ദൈവം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ദൈവത്തിന് വേണ്ടി ചെയ്യുന്നവരെ എതിർത്താൽ ദൈവം അവരെ എതിർത്ത് തോൽപ്പിക്കുമെന്ന് തന്നെയാണ് ഇത്തരം സംഭവങ്ങളും അനുഭവങ്ങളും പഠിപ്പിക്കുക. അതുകൊണ്ട് ദൈവത്തിന് വേണ്ടി നാം എടുത്തിരിക്കുന്ന തീരുമാനങ്ങളിൽ നിന്ന് പിന്നോട്ട് പോകാതിരിക്കുക. സാഹചര്യങ്ങൾ എന്തുമാകട്ടെ, എതിർപ്പുകൾ എന്തുമാകട്ടെ, ദൈവത്തിന് വേണ്ടി ശക്തമായ നിലപാടുകൾ സ്വീകരിച്ച് ദൈവത്തിന് വേണ്ടി ജീവിച്ച് ദൈവത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുവാൻ നാം തയ്യാറായാൽ നമ്മുടെ ശുശ്രൂഷകളെയും ത്യാഗങ്ങളെയും പരിഗണിച്ച് ദൈവം നമുക്ക് ശത്രുവിൻ്റെ മുമ്പിൽ വിരുന്നൊരുക്കും എന്നുള്ളതിന് സംശയമില്ല. അതുകൊണ്ട് അത്തരം സാഹചര്യങ്ങളെയെല്ലാം ദൈവത്തിന് വിട്ടുകൊടുത്ത് പ്രാർത്ഥിക്കുവാൻ തയ്യാറാവുക. പ്രാർത്ഥനയിലൂടെ ശത്രുവിനെ കീഴടക്കുവാനും ശത്രുക്കളെ അനുകൂലികളാക്കി മാറ്റുവാനും സാധിക്കുമെന്ന് വിശുദ്ധരുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുകയാണ്.